ഹലോ ഡിയസ്, അങ്ങനെ നമ്മുടെ +2 എക്സാം കഴിഞ്ഞു. ഇനിയിപ്പം നീറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് പലരും ചോദിക്കുന്നത്. നീറ്റ് ഫിസിക്സ് ആണ് പലരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റ്. സോ ഫിസിക്സിന് എങ്ങനെ പഠിക്കണം എന്നാണ് പലരും ചോദിക്കുന്നത്. സോ ഫിസിക്സുമായി ബന്ധപ്പെട്ട ഒരു സ്ട്രാറ്റജി വീഡിയോ ആണ്, നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. കാരണം നീറ്റ് കീം ജെഇയുമായി ബന്ധപ്പെട്ട ഒരുപാട് ട്രിക്കുകൾ നമ്മൾ ചെയ്യുവാൻ നമ്മുടെ ചാനലിൽ ഇനി അങ്ങോട്ട് അത് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നീറ്റ് കീം ജെഇ എന്ന് പറഞ്ഞിട്ട് NKJ എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ വെക്കാം. ആ ചാനലിലാണ് നമ്മുടെ ട്രിക്കുകളുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് വരാൻ പോകുന്നത്. സോ ഇതിപ്പം ഞാൻ +2 കഴിഞ്ഞവർക്ക് വേണ്ടിയിട്ട് അതിനകത്ത് ഫിസിക്സുമായി ബന്ധപ്പെട്ട സ്ട്രാറ്റജീസ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു +2 ചാനലിൽ അതിനകത്ത് ചെയ്യുന്നത്. സോ ബാക്കി അതിനകത്ത് നീറ്റുമായി ബന്ധപ്പെട്ട് കീം ജെഇയുമായി ബന്ധപ്പെട്ടൊക്കെ ഫിസിക്സിലെ ട്രിക്കുകൾ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ക്വസ്റ്റ്യൻ ഒരു 5 സെക്കൻഡ് കൊണ്ട് ചെയ്യാൻ സാധിച്ചാൽ, അങ്ങനെ ഒരു 10 ക്വസ്റ്റ്യൻ ചെയ്യാൻ സാധിച്ചാൽ തന്നെ എത്ര മിനിറ്റ് നിങ്ങൾക്ക് ലാഭിക്കാൻ സാധിക്കും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ 1, 1.5, 2 മിനിറ്റോ ഒക്കെ ചിലവാകുന്നുണ്ടെങ്കിൽ ഇവിടെ വെറും 5 സെക്കൻഡ് കൊണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയം കൊണ്ട് നിങ്ങൾ അതിനകത്ത് ട്രിക്ക് അറിഞ്ഞില്ലെങ്കിൽ ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് സമയം നഷ്ടപ്പെടും. നേരെ തിരിച്ച് ട്രിക്ക് അറിയുന്ന ഒരാളാണെങ്കിൽ ആ ഒരു സമയം കൊണ്ട് വേറെ 2, 3, 4, 5 ഒക്കെ ക്വസ്റ്റ്യനുകൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു 10 ക്വസ്റ്റ്യനൊക്കെ ഒരു 10ഓളം ട്രിക്കുകൾ അറിഞ്ഞാൽ പോലും ഒരു 10 ക്വസ്റ്റ്യൻ അതിനകത്ത് കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യാൻ സാധിച്ചാൽ പിന്നെ എക്സ്ട്രാ ഒരു 10, 20 ചെയ്യാൻ സാധിക്കും. റാങ്ക് ഒത്തിരി മുന്നോട്ട് പോകും. സോ നിങ്ങൾ കോൺസെപ്റ്റ് മാത്രം അറിഞ്ഞതുകൊണ്ട് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പലപ്പോഴും സാധിക്കില്ല. ഒപ്പം തന്നെ വേഗത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനാണ് നമ്മുടെ ട്രിക്കുകളുമായി ബന്ധപ്പെട്ട് ഇനി അങ്ങോട്ട് ഫിസിക്സുമായി ബന്ധപ്പെട്ട ഒത്തിരി ട്രിക്കുകളാണ് നമ്മുടെ ഈ ഒരു NKJ ചാനലിൽ വരാൻ പോകുന്നത്. അപ്പം നീറ്റ് കീം ജെഇ ട്രിക്സ് എന്ന് പറയുന്ന ഒരു ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കണ്ട. കമൻറ്റ് ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് വെക്കാം. ഒപ്പം നമ്മുടെ കമ്മ്യൂണിറ്റി ഉണ്ട്. കമ്മ്യൂണിറ്റിയിലൊക്കെ കഴിഞ്ഞ വർഷം ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പോൾ ആ കമ്മ്യൂണിറ്റിയുടെ ലിങ്കും 2027 വേണ്ടി 26 വേണ്ടിയിട്ടുള്ള ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ലിങ്കും ഞാൻ അതിനകത്ത് വെക്കാം. ഓക്കെ, സോ നമുക്ക് ഫിസിക്സുമായി ബന്ധപ്പെട്ട സ്ട്രാറ്റജീസ് എന്ന് പറയുമ്പോൾ പലർക്കും ഫിസിക്സ് ആയിരിക്കും ബുദ്ധിമുട്ട്. ബയോളജി ആണെങ്കിൽ നിങ്ങൾക്കറിയാം NCERT സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് വായിച്ച് പഠിക്കണം. അതിനകത്ത് അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറൗണ്ട് ഫുൾ മാർക്കിലോട്ട് എത്താവുന്നതേ ഉള്ളൂ. മുൻ വർഷങ്ങളിലെ ക്വസ്റ്റൻസ് ഒക്കെ ആ രീതിയിൽ തന്നെയായിരുന്നു. കഴിഞ്ഞ വർഷം ചെറിയ ഒരു ചെറിയ രീതിയിൽ ബുദ്ധിമുട്ടാക്കുന്ന രീതിയിലൊക്കെ വന്നിരുന്നെങ്കിലും നിങ്ങൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് NCERT തന്നെയാണ്. ഇനി കെമിസ്ട്രി ആണെങ്കിലും അതിനകത്ത് തിയറി ഒരുപാട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ആദ്യം NCERTയിൽ ഫോക്കസ് ചെയ്ത് ആ NCERTയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനുകൾ തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കെമിസ്ട്രിയിലും ഫോക്കസ് ചെയ്യേണ്ടത്. ഒപ്പം ഫിസിക്കൽ കെമിസ്ട്രിയിൽ കൂടുതൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ട് വരും. അത് രണ്ടും. എന്നാലും ഫിസിക്കൽ കെമിസ്ട്രി ഫിസിക്സിനെ സംബന്ധിച്ച് ഫിസിക്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ടില്ല, പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഫിസിക്സിലോട്ട് വരുമ്പോഴാണ് പല ചാപ്റ്റേഴ്സും കോൺസെപ്റ്റ് മാത്രം അറിഞ്ഞാൽ പോരാ, അതിനകത്ത് ഒപ്പം തന്നെ ക്വസ്റ്റ്യൻ വരുമ്പം അത് ഏത് ഫോർമുലയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് കോൺസെപ്റ്റ് കൃത്യമായി മനസ്സിലാക്കി ആ ഒരു വേഗതയും കാര്യങ്ങളും എല്ലാം വേണം. എല്ലാം കൂടി വരുന്നത് ഇപ്പോൾ ഫിസിക്സ് ആണ് പലർക്കും ബുദ്ധിമുട്ടുണ്ടാവുക. മാത്രമല്ല ഫിസിക്സ് ഒരു ചാപ്റ്റർ പഠിച്ചെടുക്കാൻ തന്നെ ഒത്തിരി സമയമെടുക്കും. അതുകൊണ്ട് നിങ്ങൾ അതിനകത്ത് ആദ്യം എങ്ങനെയാണ് പഠിക്കേണ്ടത് പലരും ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രയോറിറ്റി നമ്മൾ 2021 മുതൽ 2025 വരെയുള്ള ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് പലപ്പോഴും ഫിസിക്സിലൊരു പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് ചാർജസിലെ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോഴേ അത് തന്നെ ഓസിലേഷനുമായി ബന്ധപ്പെട്ട് വരും. അപ്പോൾ അത് അവിടെയാണോ കൊടുക്കേണ്ടത് ഇവിടെയാണോ കൊടുക്കേണ്ടതെന്ന് കൺഫ്യൂഷൻ വരും. 50-50 രീതിയിൽ ക്വസ്റ്റ്യൻ വരും. അതിനകത്ത് ഇപ്പം വർക്ക് എനർജിയുമായി ബന്ധപ്പെട്ട് ചിലപ്പം എന്ത് ചെയ്യും, ഓസിലേഷനിൽ വരാം. അപ്പോൾ അങ്ങനെയൊക്കെ പല ക്വസ്റ്റ്യൻസ് പല രീതിയിൽ വരുന്നതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ആ ഒരു നമ്മൾ മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. എന്നിരുന്നാലും ചില ക്വസ്റ്റ്യനുകൾ അവിടെയും ഇവിടെയും ഒക്കെ വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യനുകൾ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സോ റഫ്ലി നമ്മൾ നോക്കുമ്പം ഏറ്റവും അധികം ഞാൻ അതിനകത്ത് പ്രയോറിറ്റി വൈസ് നമ്മൾക്കറിയാമല്ലോ +2 കൂടുതൽ അതിനകത്ത് വെയിറ്റേജ് വൈസ് പ്രിഫറൻസ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ +2 നമ്മൾ ഏറ്റവും വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ നോക്കുമ്പം ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് അതിനകത്ത് നമ്മുടെ കറണ്ട് ഇലക്ട്രിസിറ്റിയാണ്. ഏറ്റവും അധികം വെയിറ്റേജ് വരുന്ന ചെറിയൊരു ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ അതിന് നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, കാരണം 4, 3, 4, 4, 3 എന്നുള്ള രീതിയിൽ ഒരു ചാപ്റ്ററിൽ നിന്ന് അത്രമാത്രം ക്വസ്റ്റ്യൻ വരുന്നത് കറണ്ട് ഇലക്ട്രിസിറ്റിയാണ്. പക്ഷേ ഇവിടെയും ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, പലപ്പോഴും നമ്മളെ അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലോട്ട് മാറ്റുന്നുണ്ട്. കണ്ടോ, പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് 4, 3 പക്ഷേ 1 ആയി. സോ അങ്ങനെ ഇവിടെയും മൂവിങ് ചാർജ് 3, 3, 2 1 വന്നിട്ടുണ്ട്. അപ്പം എപ്പോഴും ഇതിനെ കറക്റ്റ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിലും നമുക്ക് ഉള്ള ഡാറ്റ വെച്ചിട്ട് നമ്മൾ മുൻ വർഷങ്ങൾ വെച്ചിട്ട് ഇങ്ങനെയൊക്കെയാണ് പ്രയോറിറ്റി. അതിനകത്ത് ഈ ചാപ്റ്റേഴ്സ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാം, നിങ്ങൾ ഒരു ചാപ്റ്ററും നീറ്റൊക്കെ സംബന്ധിച്ചിരുന്ന എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, കവർ ചെയ്യാൻ ശ്രമിക്കുക. പക്ഷേ പ്രയോറിറ്റി വൈസ് നമ്മൾ എന്ത് ചെയ്യുക, മുൻ വർഷങ്ങൾ നോക്കിയിട്ട് ഇങ്ങനെ പോവുക. കാരണം ചിലപ്പം ഈ ചാപ്റ്റേഴ്സൊക്കെ പ്രയോറിറ്റി കൊടുത്തിട്ട് നിങ്ങൾ പഠിച്ചാൽ ഇതിൽ ചില ചാപ്റ്റേഴ്സിൽ നിന്ന് ഡിഫിക്കൽട്ട് വന്നിട്ട് നിങ്ങൾ പഠിക്കാത്തതിന് ഈസി വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പം വലിയൊരു മിസ്സാണത്.
നീറ്റ് എന്ന് പറയുമ്പോൾ ഓരോ മാർക്കും അതിനകത്ത് ഒരു മാർക്കിന് തന്നെ ഒത്തിരി റാങ്കുകൾ മാറി മറിയും. അപ്പോൾ അതുകൊണ്ട് എല്ലാ ചാപ്റ്റേഴ്സും അതിനകത്ത് പഠിക്കാൻ ശ്രമിക്കുക. പക്ഷേ ആദ്യം പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ഇതിനകത്ത് ഞാൻ മുൻ വർഷങ്ങളിലെ പ്രയോറിറ്റി വെച്ചിട്ട് പറയാം. പക്ഷേ ഇതൊക്കെ ചിലപ്പം എന്ത് ചെയ്യാം, മാറി മറിയാം എന്നുള്ളതാണ്. എന്നിരുന്നാലും നമുക്ക് ഏറ്റവും കൂടുതൽ മറ്റൊരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റിംഗ് കറൻറ്റാണ്. ഇവിടെ സാധിക്കും നിങ്ങൾക്ക് 4-2 പിന്നെ അവിടെയും കണ്ടോ അൺപ്രഡിക്റ്റബിൾ ഒന്നിലോട്ട് മാറിയത്. പക്ഷേ കുഴപ്പമില്ല, ആൾട്ടർനേറ്റിംഗ് കറൻറ്റ് ഒരു ഹൈ വെയിറ്റേജ് ചാപ്റ്റർ തന്നെയാണ്. പിന്നീട് അതിനകത്ത് മറ്റൊരു ഏരിയ എന്ന് പറയുന്നത്, അപ്പം നിങ്ങൾ കറൻറ്റ് ഇലക്ട്രിസിറ്റി ഓൾട്ടർനേറ്റിംഗ് കറൻറ്റൊക്കെ അതിനകത്ത് പെട്ടെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പോകാവുന്ന മറ്റൊരു ഏരിയയാണ് ആറ്റംസ്, ഡുവൽ നേച്ചർ ആറ്റംസ്, ന്യൂക്ലിയർ ആൻഡ് സെമി കണ്ടക്ടർ എന്ന് പറയുന്ന ഭാഗം. എത്ര ക്വസ്റ്റ്യൻസാണ് നോക്കും, 3 3 6 2 8 വന്നില്ലേ? എവിടെയാണെങ്കിൽ 4 2 6 8 9 അങ്ങനെ എത്ര വളരെ കുറച്ച് സമയം കൊണ്ട് പഠിച്ച് തീർക്കാവുന്ന ചാപ്റ്ററാണ് ഈ ഡുവൽ നേച്ചറും ആറ്റംസ്, ന്യൂക്ലിയർ, സെമി കണ്ടക്ടറൊക്കെ. അപ്പോൾ അതൊരിക്കലും പലരും ഈ ചാപ്റ്റേഴ്സ് സ്കിപ്പ് ചെയ്യും. കാരണം ഇവിടെയൊക്കെ പഠിച്ച് ഇവിടെയൊക്കെ അങ്ങോട്ട് എത്തില്ല, അവസാനമായിരിക്കും ഇവിടെ പഠിക്കുക. അങ്ങനെ ആവരുത്. ഇത് നിങ്ങൾ നല്ല പ്രയോറിറ്റി കൊടുക്കണം. കാരണം ഈ ഒരു മോഡേൺ ഫിസിക്സ് എന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻ പെട്ടെന്ന് പഠിച്ച് തീർക്കാൻ ഒരു ഫ്രീക്വൻറ്റ് വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളതും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെന്ത് ചെയ്യുക, നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. ഇത് നിങ്ങൾ സ്കിപ്പാക്കരുത്. ദെൻ അപ്പോൾ അവിടെ നിന്ന് തന്നെ നന്നായിട്ട് ക്വസ്റ്റ്യൻസ് കിട്ടും. അപ്പോൾ ആറ്റംസ്, ന്യൂക്ലിയർ, സെമി കണ്ടക്ടർ, ഡുവൽ നേച്ചറൊക്കെ ആകെ നോക്കുമ്പം ഒരു 1-2 ചാപ്റ്റർ പഠിക്കുന്ന ഒരു സമയമേ അതിനകത്ത് വരുന്നുള്ളൂ. മാത്രമല്ല അതിനകത്ത് 4-5 ചാപ്റ്റേഴ്സ് പഠിക്കുന്ന വെയിറ്റേജ് അതിനകത്ത് കിട്ടുന്നുണ്ട്. കാരണം കണ്ടില്ലേ 8-10 വരെയൊക്കെ വന്ന സംഭവങ്ങൾ. ഇവിടെ എത്രയാ 3 3 6 2 8, ഇവിടെ 3 5 7 7 8 ഒരു 8 വരുന്നുണ്ട്. മാക്സിമം 10 വന്നില്ലെങ്കിൽ 9 വരെ വന്നിട്ടുണ്ട്. ഇവിടെ 4 2 6 2 8 1 9. അപ്പോൾ അങ്ങനെ പിന്നെ നമുക്ക് പഠിക്കാവുന്ന ഒരു ചാപ്റ്ററാണ് ഇതിനകത്ത് മൂവിങ് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. അപ്പോൾ നെക്സ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് നിങ്ങൾ പഠിക്കേണ്ടതാണ് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. ഹൈ വെയിറ്റേജ് ആണ്, പക്ഷേ അവിടെയും അൺപ്രഡിക്റ്റബിലിറ്റി കാണാം. ഒരു ക്വസ്റ്റ്യൻ വരെ വന്ന സമയമുണ്ട്. പിന്നീട് നിങ്ങൾ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം, ഇത് നല്ല അത്യാവശ്യം വലിയ ചാപ്റ്ററാണ്, ടൈം എടുക്കും, പക്ഷേ വെയിറ്റേജ് വരുന്ന ഒരു ഏരിയ തന്നെയാണ്. പിന്നെ അതിനകത്ത് ഇതൊക്കെ ഇതിനകത്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് റേ ഒപ്റ്റിക്സിലോട്ട് പോകാം. പക്ഷേ റേ ഒപ്റ്റിക്സ് കുറച്ച് സമയമെടുക്കും, പക്ഷേ അത്യാവശ്യം വെയിറ്റേജ് വരാറുണ്ട്, 4 വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് റേ ഒപ്റ്റിക്സ് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെ റേ ഒപ്റ്റിക്സിലോട്ട് പോകാം. പിന്നീട് ഇതിനകത്ത് മാഗ്നറ്റിസം ആൻഡ് മാറ്റർ തിയറിയാണ് കണ്ടോ, 3 മാർക്ക് ലെക്കാണത്. അതൊക്കെ ഒരു ലെക്കാണ്. ചിലപ്പം 3 മാർക്ക് അതിനകത്ത് 3 ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ 3 മാർക്കല്ല 3 ക്വസ്റ്റ്യൻ അതിനകത്ത് വന്നു കഴിഞ്ഞാൽ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് അതും അതിനകത്ത് മറ്റു വർഷങ്ങളിലധികം കണ്ടോ, കഴിഞ്ഞ വർഷമൊന്നും അതിനകത്ത് വരാത്ത വർഷങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ ഇത് ഞാൻ പറയുന്നില്ല, പക്ഷേ അത് തിയറി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് മനസ്സിലായിട്ടുണ്ടാവും. കറണ്ട് ഇലക്ട്രിസിറ്റി, അതുപോലെ തന്നെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്, മൂവിങ് ചാർജസ്, ഈ ഒരു സംഭവം. ഇവിടെ കറണ്ട് ഇലക്ട്രിസിറ്റി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാം കേട്ടോ. ഈ ഒരു മോഡേൺ ഫിസിക്സുമായി ബന്ധപ്പെട്ട് സെമി കണ്ടക്ടേഴ്സ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഹൈ വെയിറ്റേജ് ആണ്, ചെറിയ ചാപ്റ്ററാണ്. പിന്നെ നിങ്ങൾക്ക് കറണ്ട് ഇലക്ട്രിസിറ്റി, മോഡേൺ ഫിസിക്സ്, സെമി കണ്ടക്ടർ ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞു. പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്, അവിടെ നിന്ന് മൂവിങ് ചാർജസിലോട്ട് പോകാം. റേ ഒപ്റ്റിക്സ് നിങ്ങൾ അതിനകത്ത് സമയം എടുക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഒപ്പം ഇനി നമുക്ക് +1 പോകുമ്പോൾ അവിടെ പിന്നീട് വെയിറ്റേജ് വരുന്നത് നിങ്ങൾക്കറിയാം. ഇവിടെ +1 ഏറ്റവും അധികം വന്നിരിക്കുന്ന ഒരു യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എല്ലാവർക്കും ഈസി ആയിരിക്കും. 3 3 3 3 2 എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതുവരെ വന്നതിൽ ഏറ്റവും തീരെ വെയിറ്റേജ് കുറയാത്ത രീതിയിൽ തന്നെ വന്നത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻ്റ് ആണ്. നന്നായിട്ട് പഠിച്ചു പോകുക, അതിൽ ഒരു മാർക്കും കളയരുത്, ഈസി ചാപ്റ്ററാണ്. പിന്നെ നിങ്ങൾക്ക് അതിനകത്ത് ഗ്രാവിറ്റേഷൻ അതിനകത്ത് എപ്പോഴും 2 2 2 2 3 വരെ വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതിനകത്ത് റൊട്ടേഷണൽ മോഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്ത് 2 3 2 3 എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. പക്ഷേ അവിടെയും കഴിഞ്ഞ വർഷം ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ട് 1 വന്നു എന്നുള്ളത് കാണാം. പിന്നെ മോഷനിനെ വൺ ഡയമെൻഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇത് സി എന്ന് പറയുന്നത് സർക്കുലർ മോഷനുമായി ബന്ധപ്പെട്ട് ഈ ഒരു ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, വെർട്ടിക്കൽ റൊട്ടേഷനുമായി ബന്ധപ്പെട്ടൊക്കെ വരാറുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു മോഷനിനെ പ്ലെയിൻ കിട്ടും. അപ്പം ഞാൻ പറഞ്ഞു ആദ്യം ഏതാണ് +1 നമ്മൾ നോക്കുമ്പം ആദ്യം ഇതിനകത്ത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്, ഗ്രാവിറ്റേഷന്, പിന്നെ റൊട്ടേഷന്, അതുപോലെ തന്നെ വൺ ഡയമെൻഷന്, അതുപോലെ വർക്ക് എനർജി പവറും നല്ല വെയിറ്റേജ് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. ഓസിലേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓസിലേഷനും വളരെ ഇമ്പോർട്ടൻ്റ്. ദെൻ കൈനറ്റിക് തിയറി ആയതുകൊണ്ടാണ്, പക്ഷേ ഒരു ക്വസ്റ്റിനെ വരുന്നുള്ളൂ. അതിനകത്ത് പറ്റുമെങ്കിൽ നോക്കാം. അതിനകത്ത് പറ്റുമെങ്കിൽ എന്നല്ല, നിങ്ങൾ അതിനകത്ത് പ്രയോറിറ്റി വൈസാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പ്രയോറിറ്റി നോക്കാം. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്, ദെൻ ഗ്രാവിറ്റേഷൻ, റൊട്ടേഷൻ, വർക്ക് എനർജി, വൺ ഡയമെൻഷൻ, ഓസിലേഷൻ എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് പ്രിഫറൻസ് കൊടുത്ത് പഠിക്കാം. പിന്നീട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫ്ലൂയിഡും സോളിഡും കൂടി നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വെയിറ്റേജ് വരുന്നുണ്ട്, പക്ഷേ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ എന്ത് ചെയ്യുക,
അതിനകത്ത് നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട, നിങ്ങൾ പഠിക്കുക. അതിനകത്ത് എന്ത് ചെയ്യുക, ആദ്യം അതിനകത്ത് ചാപ്റ്റർ പെട്ടെന്ന് നിങ്ങളിപ്പം +2 കഴിഞ്ഞവരൊക്കെ ആണെങ്കിൽ അതിൻ്റെ എന്ത് ചെയ്യുക, 1 ഷോട്ട് വീഡിയോസൊക്കെ കണ്ടിട്ട് അതിൻ്റെ ഫോർമുലാസ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട് കുറച്ചധികം PYQസിലോട്ട് ഫോക്കസ് ചെയ്തിട്ട് അതൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് കിട്ടും. അപ്പോൾ ഈ ചാപ്റ്റേഴ്സിലൊക്കെ നിങ്ങൾ ആ ഒരു കോൺസെപ്റ്റും അതിൻ്റെ പെട്ടെന്ന് അതിനകത്ത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് മനസ്സിലാക്കാവുന്ന രീതിയിൽ 1 ഷോട്ട് വീഡിയോകളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനകത്തെ ഫോർമുല ബേസ് അതിൻ്റെ ഫോർമുലാസ് നന്നായി മനസ്സിലാക്കിയതിന് ശേഷം PYQസിലോട്ട് മൂവ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ ബെസ്റ്റ് സ്ട്രാറ്റജി. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് വളരെ സമയം കുറവല്ലേ, ഞാൻ പറയുന്നത് +2 കഴിഞ്ഞവർക്ക് വേണ്ടിയിട്ടാണ്. ഓൾറെഡി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ മാർക്ക് ചെയ്ത ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ വെച്ച് നിങ്ങൾക്ക് ചെയ്യാം. അപ്പം ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മറ്റ് ചാപ്റ്റേഴ്സിലോട്ട് ഇപ്പം സെക്കൻഡ് ഇയറിലെ ഇപ്പം +2 മറ്റ് ചാപ്റ്റേഴ്സിലോട്ട് പോകാം, അതുപോലെ +1 മറ്റ് ചാപ്റ്റേഴ്സിലോട്ട് പോകാം. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പം എങ്ങനെയാണ് വന്നത് എന്നിവിടെ കാണാം. നിങ്ങൾക്ക് ഞാൻ മാർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. +1 നമ്മൾ നോക്കുമ്പം അപ്പം ഈ ഒരു ചാപ്റ്റേഴ്സ് മാത്രം ഇതിനകത്ത് നോക്കുമ്പോൾ അപ്പം ഞാൻ പറഞ്ഞ ആ ഒരു ഹൈ വെയിറ്റേജ് ചാപ്റ്റേഴ്സാണ് ഇതിനകത്ത് പെടുത്തിയിരിക്കുന്നത്. അതിനകത്ത് യൂണിസൺ മെഷർമെൻറ്റ്സ്, അത് ഗ്രാവിറ്റേഷന്, റൊട്ടേഷന്, വർക്ക് എനർജി, 1 ഡയമെൻഷൻ, അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്കിവിടെ 15, 18, 15, 19, 16, അപ്പം മാക്സിമം മിനിമം ഒരു 15 വരെയെങ്കിലും വരുന്നതായിട്ട് കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ സെക്കൻഡ് ഇയറിലോട്ട് പോകുമ്പോൾ നമുക്കിവിടെ പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഈ ഒരു ചാപ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് തന്നെ 26, 25, 22, 23 മിനിമം 16 വരെയെങ്കിലും അതിനകത്ത് വരാം എന്നുള്ളതാണ്. അപ്പം ചിലപ്പം നിങ്ങൾക്ക് ലക്കി ആണെങ്കിൽ 26ഉം ഇവിടെ എത്രയാണ് മാക്സിമം വന്നത്, ഇവിടെ ഈ ഒരു ഭാഗത്തു നിന്ന് വന്നത് 19. അപ്പോൾ 26ഉം 19ഉം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായി, അതിനകത്ത് 26ഉം 19ഉം എന്ന് പറഞ്ഞാൽ 26ഉം 19ഉം മാക്സിമം ഫസ്റ്റ് ഇയറിന് അവിടെ ഒരു ചാപ്റ്റേഴ്സിന് 19, ഇവിടെ 26. അപ്പം തന്നെ എത്രയായി, അതിനകത്ത് 36ഉം 45 എന്നുള്ള രീതിയിൽ. പക്ഷേ 45 അങ്ങനെ വരത്തില്ല, അത് ഞാൻ 2 വർഷങ്ങൾ എടുത്തുകൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് പേടിക്കാനൊരു 35+ ഇതിനകത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ലെക്കാണെങ്കിൽ നിങ്ങൾക്ക് ലെക്കിൽ ഇതിനകത്ത് വേണമെങ്കിൽ വരാം. എന്തായാലും ഒരു 30+ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന രീതിയിൽ അതിനകത്ത് പ്രയോറിറ്റി കൊടുക്കാവുന്ന ചാപ്റ്റേഴ്സാണ് നമ്മൾ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഇത് മാത്രമെന്നല്ല, നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് കഴിഞ്ഞിട്ട് മറ്റ് ചാപ്റ്റേഴ്സ് എല്ലാം മാക്സിമം നിങ്ങൾ കവർ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിനകത്ത് പറ്റാവുന്ന രീതിയിൽ ഫോർമുലാസ് 1 ഷോട്ടൊക്കെ കവർ ചെയ്ത് നിങ്ങൾ റിവിഷന് കൂടി ഫോക്കസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇനി ഫിസിക്സുമായി ബന്ധപ്പെട്ട ട്രിക്കുകളുടെ വീഡിയോസ് ഇനി അങ്ങോട്ട് വരാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ നമ്മുടെ നീറ്റ് കീം JEE ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പം അടിപൊളിയാക്കുക, നിങ്ങളുടെ മാക്സിമം നിങ്ങൾ എഫേർട്ട് ഇട്ട് പഠിച്ചു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് എത്താൻ സാധിക്കും. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.